അവരോടൊക്കെ നേരെ ഇങ്ങോട്ട് വരിക, അച്ഛനും അമ്മനെയും കാണിച്ചു കൊടുക്കുക, ഏത് കുട്ടിനെ ചോദിക്കുക, അവരോട് കല്യാണം കഴിച്ച് കൊടുക്കുക. പക്ഷെ അത് മൂപ്പര് ഈ മലയിന്ന് തടി ഇറക്കി, മൂപ്പര് ചുമന്ന് ഇറക്കിയിട്ട് മൂപ്പര് കാർപ്പൻ്റർ ആയതുകൊണ്ട് ഫുള്ള് മൂപ്പര് തന്നെ സെറ്റ് ചെയ്തതാണ്. ദേഷ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഉണ്ടെങ്കിൽ തന്നെ അവർ അവിടെ തീർക്കും. അതാണ് ഈ പന്തം. അവർ തെറിയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എറിയും, അവിടെ തീരും. അവിടെ ഫാമിലി ഫുൾ ഫാമിലി ഉണ്ട് വണ്ടൂരിൽ. അപ്പൊ എന്താ വെച്ചാൽ ഉമ്മ ഉണ്ട്, അനിയനുണ്ട്, 2 അനിയത്തിമാരുണ്ട്, എല്ലാവരും ഉണ്ട് ഫുൾ ഫാമിലി. പക്ഷെ ഓലൊക്കെ ഇതിന് സപ്പോർട്ടാണ്. മുപ്പര് താമസിക്കുന്നതിന് ഓൽക്ക് അങ്ങനെ എതിർപ്പോ അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യം വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ സാധനം നമ്മളെ ടൂൾസ് മൊത്തം എടുത്ത് ഇറങ്ങിയതാണ് ഞാൻ ഒരു കാർപ്പൻ്ററാണ്. വണ്ടൂരാണ് മൂപ്പര വീട്. മണാലി വഴിക്ക് ലഡാക്ക് പോയി വരാന്ന് പറയുന്നത് ലോകത്തിൽ നല്ലൊരു സംഭവമാണ്. എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ കുറെയൊക്കെ ലോകത്തിൽ മാറ്റങ്ങളൊക്കെ വരുന്നൊക്കെ പറയില്ലേ? പറയൂ. ഒരുപാട് ആൾക്കാർ എന്നോട് പേഴ്സണലായിട്ട് പറഞ്ഞൊരു സംഗതിയാണ്, നിങ്ങളായിട്ടൊരു ഇന്റർവ്യൂ ആണെന്നുള്ളത്. അതായത് നിങ്ങൾ ആരാണ്, നിങ്ങൾ എവിടെയാണ്, നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു, എന്താണ് ഹിമാചലിൽ ശരിക്കും കാണാനുള്ളത്, ഇങ്ങോട്ട് എത്തിപ്പെടാനുള്ള കാരണം എന്താണ്, ഇതൊരു ടൂറിസ്റ്റ് ആയിട്ടാണോ നിങ്ങൾ കൊണ്ടു നടക്കുന്നത്, നിങ്ങളിവിടെ സ്ഥിരതാമസമാണോ, ഇനി നാട്ടിലേക്ക് പോണില്ലേ, നിങ്ങളെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്. അതുപോലെ ഇപ്പോൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവുമല്ലോ കോളുകളൊക്കെ, ഇവിടെ നിന്ന് കല്യാണം കഴിക്കാൻ പറ്റും, ഇവിടെ സെറ്റിൽ ആകാൻ പറ്റുമോ, ഇത് ഞാൻ പറയുമ്പോൾ അവർ ചുമ്മാ പറയണം. നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ? പിന്നെ ഉണ്ട്, നമ്മൾ വീഡിയോസുകളൊക്കെ ഇന്നുകൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ കല്യാണം ശരിക്കും ഇവിടുന്ന് കല്യാണം കഴിക്കാൻ പറ്റുമോ, ഒരാൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് കല്യാണം കഴിക്കാൻ പറ്റുമോ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പ്രേക്ഷകരുമായിട്ട് നമ്മളൊന്ന് പങ്കുവെക്കുക എന്നുള്ളവർക്ക്. ഞാൻ ആദ്യത്തെ നമ്മളൊരു ചോദ്യം എന്നുള്ളവർക്ക് ശരിക്കും നിങ്ങൾ ഫസ്റ്റ് നമ്മളൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു, ഇങ്ങോട്ട് വരാനുണ്ടായ കാരണം, നിങ്ങളുടെ നാട്, അത് ഡീറ്റെയിൽ എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് വന്നതല്ല. ഞാൻ വന്നത് ശരിക്കും ഗോവയിൽ ഒരു വർക്കൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ പോകണമെന്ന് വിചാരിച്ച് വന്നതാ. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ സാധനം നമ്മളെ ടൂൾസ് മൊത്തം എടുത്ത് ഇറങ്ങിയതാണ് ഞാൻ ഒരു കാർപ്പൻ്ററാണ്. വീട് വണ്ടൂരാണ്, മലപ്പുറം വണ്ടൂരാണ്. ഗേൾസ് സ്കൂളിന്റെ ബാക്ക് ഭാഗത്താണ് നമ്മളെ വീട്. അപ്പൊ നമ്മൾ ചെറിയ ട്രാവലൊക്കെ ചെയ്ത് അങ്ങനെ നാട്ടിൽ ട്രാവലുണ്ട്. അപ്പൊ അങ്ങനെ ഇറങ്ങി പോകുന്നതാണ്. പക്ഷെ ഗോവ ടച്ച് ചെയ്തു എന്നല്ലാതെ നമുക്കൊരു ഇഷ്ടപ്പെട്ട ഒരു അന്തരീക്ഷത്തെ കിട്ടിയില്ല. അപ്പൊ അങ്ങനെ പോകുന്നു ഇവിടെ. ഗോവയിൽ നിങ്ങൾ നേരെ ഫസ്റ്റ് എങ്ങോട്ടാ പോയത്? ബോംബെ പോയി. ബോംബെ പിന്നെ രാജസ്ഥാന് കുറച്ച് ദിവസം ട്രാവൽ ചെയ്യാൻ 10 ദിവസം കൂടെ ഞാൻ അവിടെ എത്തി. 10 ദിവസം കൊണ്ട് ഇവിടെ എത്തി. പക്ഷെ നിങ്ങൾ ഇറങ്ങിയപ്പോ ഈ ഒരു കുറച്ച് ദിവസം കൂടെ ട്രാവൽ ചെയ്തിട്ട് തിരിച്ചു പോകാന്നുള്ള അല്ല, തിരിച്ചു പോണ കാര്യം ചിന്തിച്ചിട്ടില്ല. നിങ്ങൾക്ക് ഒരു കംഫർട്ട് സോൺ എല്ലാം കൊണ്ടും കിട്ടുന്ന സ്ഥലത്ത് എത്തിയാൽ നിങ്ങൾ സ്റ്റോപ്പ് അവിടെ നിങ്ങൾ കൂടുന്നുള്ള. പക്ഷേ ഹിമാചലിൽ ഞാൻ ലാൻഡ് ചെയ്ത് അന്ന് രാത്രി എനിക്ക് വർക്ക് കിട്ടി. എന്റെ വർക്ക് വരാൻ പറ്റില്ല, ഒരു കാർപ്പൻ്ററിന്റെ ജോലിക്ക് അന്നെ കിട്ടി. പിന്നെ പോകേണ്ട ഒരു ആവശ്യം വന്നില്ല. എങ്ങനെയാണ് ഈ ഹിമാചലിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ. ഞാൻ നിങ്ങൾ ഫസ്റ്റ് GB ടച്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കൂട്ടുകാരുണ്ട് അവിടെ, ഒരു തിരൂരുകാരുണ്ട്. ഓന്റെ ഇതിലൊക്കെ എയർപ്ലെയിനാണ് ഇവിടെ ഒരു ഉണ്ടെന്നൊക്കെ പറഞ്ഞു ഇവിടെ വന്നു. പൽഗി വില്ലേജിനോട് പ്രണയം തോന്നാനുള്ള കാരണം, ഇവിടെ സെറ്റിൽ ആയുള്ള കാരണം ഒരുപാട് സ്ഥലങ്ങൾ. അതെല്ലാവർക്കും പറ്റിക്കോണമെന്നുണ്ടാവില്ല. ചിലർക്ക് ഭയങ്കര ക്രൗഡ് ഇഷ്ടമാവും. ഇപ്പൊ മണാലിയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. നമ്മളെ അന്തരീക്ഷത്തിന് പറ്റിയത് ശാന്തിയായിട്ട് ഇരിക്കാനും നല്ല മനുഷ്യന്മാരായിട്ട് നമ്മൾ ഇടപഴകുമ്പോൾ നമുക്ക് നല്ലത് കിട്ടും അല്ലേ? നമുക്ക് ഇഷ്ടം നല്ലതാണ്, മനസ്സമാധാനമായിട്ട് ഇരിക്കാനും നല്ല മനുഷ്യന്മാരായിട്ട് ഇടപഴകുമ്പോൾ നമുക്ക് നല്ലത് കിട്ടും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ഇവിടെ. അത് നമ്മളെ വീട് പോലെയാണ്, നമ്മളെ നാട് പോലെയാണ്. ഒരാളെ പറ്റിക്കാനും വഞ്ചിക്കാനും വെറുപ്പിക്കാനും ഇവിടെ ആരും വരില്ല. ആർക്കും ഇഷ്ടപ്പെടാത്ത കുറെ കാര്യം നമ്മുടെ നാട്ടില് എതിരുള്ളതൊക്കെ ഇവിടെ നല്ലതാണ്. കാരണം ഇവിടുത്തെ ആൾക്കാർക്ക് അതില്ല. നിങ്ങളിപ്പോ എബ്രോഡ് ഒക്കെ പോയിട്ടുണ്ട് പറഞ്ഞിട്ടിരുന്നു. ദുബായിൽ എത്ര വർഷം ഉണ്ടായിരുന്നു? ദുബായിൽ 8 വർഷം 9 വർഷം ദുബായിലുണ്ടായിരുന്നു, സൗദിയിലുണ്ടായിരുന്നു. അവിടെ കൊറോണ ആയിട്ട് വന്നതാണ്. അതിന് ശേഷമാണ് ഇങ്ങനെ ഇറങ്ങിയത്. അപ്പോൾ ഇതിപ്പോൾ ഇറങ്ങിയ ശേഷം ഇപ്പോൾ ഇവിടെ എത്തി. ഇപ്പോൾ ഈ ഹോം സ്റ്റേ എന്നുള്ള ഈ സംഗതി നിങ്ങൾ പൈസ കൊടുത്തുകൊണ്ട് ഹോം സ്റ്റേ സെറ്റപ്പ് ഉണ്ടാക്കിയതല്ല, അത് നിങ്ങളായിട്ട് സ്വന്തം. ഞാൻ ഉണ്ടാക്കി 2 വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഒരു വിധമായ ആൾക്കാർക്ക് വന്നു തുടങ്ങി. അത് നിങ്ങൾക്ക് നിങ്ങൾ താമസിക്കാൻ വേണ്ടി ഞാൻ നിൽക്കുകയായിരുന്നു. ഇപ്പോൾ ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. അത് ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ, നിങ്ങൾ കാണുന്ന നമ്മളെ ഹാംസ്റ്റർ വില്ല എന്ന് പറയുന്ന സംഗതി ഒരു ബിസിനസ് ലെവലിൽ, അതായത് ബിസിനസ് ലെവലിലാണെങ്കിൽ അത് മൂപ്പർക്ക് വേറൊരാളെ കൊണ്ട് ഉണ്ടാക്കിച്ചാൽ മതി, ക്യാഷ് കൊടുത്തിട്ട്. മൂപ്പർ ഈ മലയിൽ തടി ഇറക്കി, മൂപ്പര് ചുമന്ന് ഇറക്കിയിട്ട് മൂപ്പർ കാർപ്പൻ്റർ ആയതുകൊണ്ട് ഫുള്ള് മൂപ്പര് തന്നെ സെറ്റ് ചെയ്തതാണ്. നമ്മുടെ വീടാണത്, നമ്മളെ വീട് തന്നെയാണ്. മൂപ്പരെ വീടാണ് ഈ സംഗതി. അതിലാണ് ഇപ്പൊ നമ്മൾ വന്നിട്ടുള്ളത്. വന്നോളി നിന്നോളി പോയിക്കോളി കാറ്റഗറി. അതാണ് മൂപ്പര് ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇവിടുത്തെ ആളുകളെ പറ്റി നിങ്ങൾക്ക് എന്താ അഭിപ്രായം? ഈ പൽഗി വില്ലേജിലെ ആളുകളെ പറ്റി ഒന്നും കുറ്റം പറയാൻ കഴിയില്ല. അതായത് സ്നേഹം മാത്രം പ്രകടിപ്പിക്കാൻ മാത്രമാണ് കുറച്ച് മനുഷ്യന്മാര്. വേറെ ഒരു നമ്മളെ മനസ്സിൽ നല്ലതുണ്ടെങ്കിൽ തിരിച്ചു നമുക്ക് അത് കിട്ടും. നമ്മൾ മോശമാണെങ്കിൽ ഇത് എവിടെ പോയാലും
പൽഗി വില്ലേജിന്റെ ഒരു ആചാരം എന്താണ്? ഈ ഇപ്പൊ നിങ്ങൾ വാർഷികത്തിൽ ഇന്ന പരിപാടികൾ എന്നൊക്കെ പറയാം. ഇവിടെ ജനുവരി 14 മുതൽ ജനുവരി 21 വരെ ഇവിടെ 5 ദിവസം ഇവിടുത്തെ ആചാരങ്ങളും കാര്യങ്ങളും വില്ലേജ് ഭയങ്കര ക്രൗഡായിട്ട് ഭയങ്കര പരിപാടിയാണ്. അതിലൊക്കെ നിങ്ങൾ കൂടും, അവരെ പോലെ അതിലൊരാളായിട്ട് നിങ്ങൾ കൂടും, നമ്മളുണ്ടാവും ഫ്രണ്ടിലുണ്ടാവും. അതിലൊരു ആചാരം എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് എന്തോ ഒരു ഒരു തീയറുണ്ട്. അതിന്റെ ബാക്ക് ബേസ് എന്താ, എന്തുകൊണ്ടാണ് അവർ ചെയ്യാൻ കാരണം? അവരെ ഒരു കൊല്ലം അവരെ നമ്മളെ ദേഷ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിൽ തന്നെ അവർ അവിടെ തീർക്കും. അതാണ് ഈ പന്തം. അവർ തെറിയൊക്കെ പറഞ്ഞിട്ട് എറിയും, അവിടെ തീരും. അവിടെ 5 ദിവസം അവരെ ഉത്സവം, പിന്നൊക്കെയുള്ള ഉത്സവങ്ങളായി. അത് മാത്രമേ ഉള്ളൂ. ഈ ഒരു ജനുവരി മാത്രമാണ് ആഘോഷമുള്ളത്, ജനുവരി മാത്രമേ ഉള്ളൂ. അത് ആഘോഷമായിട്ട് വമ്പം പരിപാടി. ഈ വില്ലേജിന്റെ മാത്രമല്ല, ഈ കാണുന്ന ചിറ്റൂറിലെ ദർവാഷി ഋഷി മന്ദിർ എന്ന് പറഞ്ഞ അമ്പലത്തിന്റെ ചിറ്റൂറിൽ എല്ലാ ആൾക്കാരും ഉണ്ടാവും. അവരെല്ലാ പരിപാടികളിലും അവരിൽ ഒരാളായിട്ടുണ്ടാവും. ഇവിടുത്തെ മതം, ഈ പൽഗി വില്ലേജിലെ ഹിന്ദു മതം തന്നെയാണ്. ഈ മതം ഹിന്ദു എന്നല്ല, അവർക്ക് എല്ലാവർക്കും ഓരോ വില്ലേജിലും ഓരോ ദൈവങ്ങളുണ്ട്. പക്ഷെ നമ്മളെ അവിടുത്തെ പൽഗി വില്ലേജിലാണ് ഏറ്റവും വലിയ പവറുള്ള ദൈവം. അവരെല്ലാവരും വിശ്വാസം, അവരെല്ലാവർക്കും അറിയാം. ദർവാഷ ഋഷി മന്ദിർ. ഇനി നിങ്ങൾ നാട്ടിക്ക് പോണില്ല, അല്ല നാട്ടിൽ എപ്പോഴും പോയി വരാന്നല്ലാണ്ട് അത്ര ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം ഫുള്ള് നിങ്ങൾ ഇവിടെ മാറ്റി വെച്ചു, ഈ ഒരു ലോകത്തേക്കും വേണ്ടി മാറ്റി വെച്ചു. ആ മാറ്റി വെക്കാനുള്ള കാരണം എനിക്ക് തോന്നുന്നു പീസ് ഓഫ് മൈൻഡ് ആണ്. ഇവിടുത്തെ സമാധാനവും. ഈ സമാധാനം എവിടെ കിട്ടുന്നു? ഈ വന്നിട്ട് 10 ദിവസം തന്നു, 8-9 ദിവസമായി. 10ാമത്തെ ദിവസം നാളെ നമ്മൾ പോകുന്നുള്ളൂ. അത് നമുക്ക് നമ്മളെ യാത്രന്റെ ഒരു ടേംസ് ഓഫ് സംഭവം ഉണ്ടായതുകൊണ്ട് എത്ര ദിവസം കൂടി ഇന്ന സ്ഥലത്ത് എത്തണം എന്നുള്ള കാരണം കൊണ്ട് മാത്രമല്ല പറയാം നമ്മൾ പോകുന്നത്. എന്നൊരാൾ നമ്മളെ വിളിച്ചു, ഒരു മാസം നിൽക്കട്ടെ എന്ന് വിളിച്ചു. നീ കേട്ടോ? ഇനി എല്ലാവർക്കും ആഗ്രഹം എന്താ വെച്ചാൽ ഹിമാചലിൽ, അതാണ് ഇപ്പം ഇങ്ങോട്ട് ചോദിക്കാനുള്ള ചോദ്യം വെച്ചാൽ, ഹിമാചലിൽ ഒരു വ്യക്തി വരികയാണെങ്കിൽ, യാത്രക്കായിട്ടോ ടൂറിസം ലെവലിലോ വരികയാണെങ്കിൽ ഓൻ എന്താണ് ശരിക്കും ഇവിടെ എക്സ്പ്ലോർ ചെയ്യാനുള്ളത്? നമ്മളെ നാട്ടിൽ ആകെ അറിയാന്ന് പറയുന്നത് മണാലി. മണാലി എന്ത് കിട്ടും എന്ന് ചോദിച്ചാൽ, ട്രാവൽ ചെയ്യണവന് വേറൊരു മൈൻഡും, ഫോട്ടോ എടുക്കാൻ വരും രണ്ട് മൈൻഡാണ്. ഫോട്ടോ എടുക്കണമെങ്കിൽ മണാലി പോകും, ഐസിലെ മുകളിൽ പോകും, ഫോട്ടോ എടുക്കാം. പിന്നെ പൈസ ഉണ്ടെങ്കിൽ അതും അടിപൊളിയാണ്. കുറെ ഭക്ഷണപ്രിയംകാരുണ്ടാവും, കുറെ ഫോട്ടോ പ്രിയം ആൾക്കാരുണ്ടാവും. മണാലി എന്ന് പറയുമ്പോൾ മൗണ്ടൈൻസ്, അവിടെ പോവുക. വാട്ടർഫോൾസ് മണാലി പോയി ഒരു ദിവസം നിന്ന് ഒരു സണ്ടൽ തണലൊക്കെ പോയി ജോഗരി വാട്ടർഫോളൊക്കെ ട്രെക്ക് ചെയ്യും. പിന്നെ 2-3 അമ്പലങ്ങളൊക്കെ ഉണ്ട് അവിടെ, ഡിമ്പിള്, അതൊക്കെ വിസിറ്റ് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതൊക്കെ ടൂറിസം പ്ലേസ് ആയിട്ടാണ്. നമ്മളെപ്പോഴും ഒരാൾക്ക് ചൂസ് ചെയ്ത് കൊടുക്കണം. എന്താ പറയുക, നാച്ചുറൽ കുറെ സ്ഥലങ്ങളുണ്ട്, വില്ലേജ് ലൈഫ്, പിന്നെ അവർ കാണാത്ത കുറെ സ്ഥലങ്ങൾ. നമ്മുടെ വില്ലേജിലേക്ക് വരുന്നവർക്ക് നമ്മൾ കൊടുക്കുന്ന ശരിക്കും മണാലി നമ്മൾ ഔട്ടാണ്. നമുക്ക് ഐസ് ഇവിടെ ഉണ്ട്, ഐസിൽ ഫോട്ടോ നമുക്ക് ഇവിടെ ഉണ്ട്. സോച്ച ടോപ്പ് ട്രക്കിംഗ് ഉണ്ട്, ക്രിസ്റ്റൽ മൗണ്ടൻ ട്രക്കിംഗ് ഉണ്ട്. എല്ലാ സ്ഥലത്തും യൂണീക്ക് ആയിട്ടുള്ള, എന്നാൽ ഹിഡൻ ആയിട്ടുള്ള, അണ്ടർറേറ്റഡ് ആൾ ശ്രദ്ധിക്കാത്ത ബിഗ് സ്പോട്ടുകൾ. അതാർക്കും അറിയുന്നില്ല. അതെല്ലാവരും ഈ കേട്ടുകൊണ്ടിരിക്കണം, റീൽസ് കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് മാത്രമേ പോവുള്ളൂ. അതുപോലെ ഒരാൾ ഹിമാചലിൽ വരണം, കേരളത്തിൽ നിന്ന് ഒരാൾക്ക് ഒറ്റക്കാണെങ്കിൽ പോലും ഹിമാചലിൽ വരണം എന്നുണ്ടെങ്കിൽ ഓന് ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, മലപ്പുറത്ത് നിന്ന് എങ്ങനെയാണോ വരേണ്ടത്? അപ്പോൾ കോഴിക്കോട് നിന്ന് ട്രെയിൻ കയറിയ നിസാമുദ്ദീൻ എയർപോർട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് കാശ്മീർ ഗേറ്റിലേക്കുള്ള എവിടെ ഇറങ്ങണം? നിസാമുദ്ദീൻ. അത് എവിടെയാണ് ഇറങ്ങേണ്ടത്? അതാണ് നിസാമുദ്ദീൻ. ഡൽഹി നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങണം. അവിടുന്ന് പിന്നെ കാശ്മീർ ഗേറ്റിലേക്ക് ഒരു ഓട്ടോ എടുത്ത് പോകണം, അല്ലെങ്കിൽ മെട്രോ ഓടിക്കണമെങ്കിൽ മെട്രോ ഓടിക്കാം. അവിടുന്ന് കാശ്മീർ ഗേറ്റിൽ നിന്ന് അങ്ങോട്ട് ബസ് സ്റ്റാർട്ട് ചെയ്യണം. ഹിമാചലിലുള്ള ബസ് സ്റ്റാർട്ട് ചെയ്യും. ഹിമാചലിക്ക് വേറെ ഓപ്ഷൻ ഒന്നുമില്ല. 5 മണിക്ക് വോൾവോ സ്റ്റാർട്ട് ചെയ്യും. രാവിലെ 5 മണിക്ക് ഇവിടെ എത്ര ബസ് ഉണ്ട്. പിന്നെ കണ്ടിന്യൂസ് ആണ്. 10-11 മണി ബസ് ഉണ്ട് ഡൽഹിയിൽ നിന്ന് ഹിമാചലിലേക്ക് ബസ്. അത് 3 ടൈപ്പാണ്. ഞായറാഴ്ച റേറ്റ് കൂടും, ശനി ഞായർ റേറ്റ് മാറും, പിന്നെ സീസൺ ടൈമിൽ റേറ്റ് മാറും. ഓഫ് സീസണിൽ മാത്രമേ ഉള്ളൂ കുറച്ച് പൈസ കുറച്ച് കമ്മി വരുള്ളൂ. ഹിമാചലിന്റെ അല്ലെങ്കിൽ പൽഗി വില്ലേജിന്റെ അല്ലെങ്കിൽ കുളു മണാലിന്റെ സീസൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിന്റർ ടൈം എപ്പോഴാണ്? വിന്റർ ടൈം ഡിസംബർ ഏത് നേരം സ്റ്റാർട്ടാണ്. ഡിസംബർ, ജനുവരി അവിടെ ആ സമയത്താണ് ഇവിടെ സ്നോ തുടങ്ങും. മൊത്തം സ്നോയിൽ നിൽക്കുക. ആ സമയം തന്നെയാണ് ഈ സീസൺ എന്ന് പറയുന്നത്. അതാണ് ഇവിടുത്തെ വിന്റർ സീസൺ. ഇവിടുത്തെ പക്ഷേ ആ സമയത്ത് തന്നെയാണ് ഏറ്റവും കൂടുതൽ യാത്രക്കാർ വരുന്നതും? അതോ രണ്ടും ഉണ്ട്. വിന്ററിൽ വന്ന് വിന്റർ എക്സ്പ്ലോർ ചെയ്യുന്ന ആൾക്കാരുണ്ട്, വെതർ രണ്ടും ഉണ്ട്. പക്ഷേ ഏത് ടൈമും സീസണാണ്. ഇപ്പൊ ഗ്രീൻ ആയി തുടങ്ങി. ഗ്രീൻ സീസൺ അങ്ങനെ ഒന്നുണ്ട്, ആപ്പിൾ സീസൺ ഒന്നുണ്ട്. അത് കഴിഞ്ഞാൽ നവംബർ കഴിഞ്ഞോട് കൂടി ഡിസംബർ ആയി കഴിഞ്ഞാൽ വിന്റർ സീസൺ ആയി തുടങ്ങി. പിന്നെ 4 മാസം 5 മാസം വിന്റർ ആയി. പിന്നെ എല്ലാവർക്കും ഉള്ള ഒരു ചോദ്യമാണ്, അതായത് ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിലും ഒരു സ്വപ്നയാത്രയാണ് കാശ്മീരിലെ ലഡാക്ക് യാത്ര എന്ന് പറയുന്നത്. അത് നിങ്ങൾ പോയിട്ടുണ്ടാവും? നിങ്ങൾ എത്ര പോയിട്ടുണ്ട്? ഞാനൊരു 2 പ്രാവശ്യം പോയി ലഡാക്ക് യാത്ര. അതിനെ പറ്റിയുള്ള ഒരു, അത് എങ്ങനെയാണ്, അത് എവിടുന്നാണ്, ഏത് റൂട്ടിലൂടെയാണ് പോവുക, അത് പോയാൽ കിട്ടുന്ന എക്സ്പീരിയൻസ് എന്താണ്? രണ്ട് അനുഭവം ഉണ്ടാവും ലഡാക്ക് പോയാൽ. ഞാൻ ഒരു വട്ടം പോയത് മണാലി ടു ലഡാക്കാണ്. മണാലി ടു ലഡാക്ക് ഈ റൂട്ടാണോ ശരിക്കും ലഡാക്ക്? അതാണ് ശരിക്കും രണ്ടും കാണണം.
ഇതിൽ അങ്ങോട്ടും പോകണം, രണ്ടും രണ്ടാണ്. നമ്മളെ കണ്ണ് നമ്മൾ മുന്നിലേക്ക് പോകണതും തിരിച്ചിങ്ങോട്ട് പോകുന്നത് രണ്ടും രണ്ടാണ്. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ പോകുന്നുണ്ടെങ്കിലും നമ്മുടെ കണ്ണ് വീക്ഷിക്കുന്നത് ഒരു ഭാഗം. അപ്പം അങ്ങോട്ട് പോകുമ്പോൾ മണാലി വഴിക്ക് ലഡാക്ക് പോയി വരിക എന്ന് പറയുന്നത് ലോകത്തിൽ നല്ലൊരു സംഭവമാണ്. അത് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ കുറേയൊക്കെ ലോകത്തിൽ മാറ്റങ്ങളൊക്കെ വരുന്നൊക്കെ പറയില്ലേ, ചിന്തകളൊക്കെ. അത് എത്ര, മണാലി ടു ലഡാക്ക് എത്ര കിലോമീറ്റർ? മണാലി ടു ലഡാക്ക് 400-ന്റെ ഉള്ളിൽ. പക്ഷെ അത് ലേ വരെ. അവിടുന്ന് പിന്നെ ലഡാക്ക് പെർമിറ്റ് എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ കർത്തുമലക്ക് പോകണമെങ്കിൽ അവിടുന്ന് ഒരു 40 കിലോമീറ്റർ 38 കിലോമീറ്റർ ഉള്ളൂ ഓരോ പാസ്. അവിടുന്ന് പിന്നെ നമുക്ക് പാകിസ്ഥാൻ ബോർഡർക്ക് പോകണം. അവിടുന്ന് ബാങ്കോക്ക് ലേക്ക്, അങ്ങനെ കുറെ സ്ഥലങ്ങൾ ഒക്കെ 200 കിലോമീറ്റർ ഡിഫറെന്റ് ആണെങ്കിലും നമ്മൾ റൂട്ട് തിരഞ്ഞെടുക്കുമ്പോൾ മിനിമം 10 ദിവസം നിൽക്കണം എന്നാ പറയാ ലഡാക്ക് പോയാൽ. പക്ഷെ അത്ര ടൈം ആർക്കും കിട്ടാറില്ല. അപ്പൊ ഒരു ഒറ്റ റൂട്ടിൽ ഒരു 5 ദിവസമൊക്കെ സ്റ്റേ ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു 8 റൂട്ടിൽ ഉള്ള സ്ഥലങ്ങൾ പോയി കവർ ചെയ്ത് പോരും. പിന്നെ 10 ദിവസമൊക്കെ ടൈം ഉണ്ടെങ്കിൽ നമുക്കൊരു 400-500 കിലോമീറ്റർ അങ്ങോട്ട് മാറ്റി കുടിക്കുകയാണെങ്കിൽ എല്ലാ സ്ഥലവും കവർ ചെയ്യാൻ പറ്റും. ഇതിൽ ആർക്കും അറിയാത്തൊരു സംഭവം എന്ന് വെച്ചാൽ ഇന്ത്യയിൽ തന്നെ ലഡാക്കിൽ പോകണം എന്നുണ്ടെങ്കിൽ അവിടുത്തെ ഒരു സിം ഇന്ത്യയിൽ അവിടെ മാത്രമേ ഉള്ളൂ. അതായത് നേപ്പാൾ പോയാൽ നമ്മൾ വേറെ സിം എടുക്കണമല്ലോ, വേറെ രാജ്യമാണ്. ഇതുപോലെ തന്നെ ഇത് ലഡാക്ക് ഇന്ത്യയിലാണെങ്കിലും അവിടെ സിസ്റ്റം ഉണ്ടല്ലേ? പോസ്റ്റ് പെയ്ഡ് ഒന്ന് വർക്ക് ചെയ്യണ്ട അവിടെ, പ്രീപെയ്ഡ് നമ്മൾ ലേന്നാണ് എടുക്കുക. അതിന് പെർമിഷൻ പാസ് വേറെ ഉണ്ടോ? ലേല് വേറെ പാസ് നമ്മുടെ പോയിട്ട് നമ്മൾ പോകേണ്ട ലൊക്കേഷനിൽ പാസ് ഉണ്ട്. ഒരാൾക്ക് ഒരു എമൗണ്ട്, ചെറിയൊരു എമൗണ്ട് എന്തോ ഉണ്ട്. എത്ര ദിവസത്തിനാണ് നിൽക്കണമെന്നില്ല പെർമിറ്റാണ്. ഒരു 4 ദിവസം നിൽക്കാൻ വിചാരിച്ച് നമ്മൾ 5 ദിവസം പെർമിഷൻ എടുക്കണം. കാരണം വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ആയി ഒരു ദിവസം നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പേ വരും. അപ്പൊ നമ്മൾ എക്സ്ട്രാ ഒരു ദിവസം അവിടെ നിൽക്കാൻ സിം ഇല്ലാഞ്ഞാൽ നെറ്റ്വർക്ക് ഉണ്ടാവും. നമ്മൾ ഈ നോർമൽ സിം നെറ്റ്വർക്ക് ഉണ്ടാവില്ല. അത് അവിടുത്തെ ഒരു സിം, അവിടെ മാത്രമുള്ള അങ്ങനെ ഒരു സംഭവമുണ്ട്. പിന്നെ ലഡാക്ക് എപ്പോഴാണ് ഓപ്പൺ? എപ്പോഴാണ് അടുത്ത ഈ മാസം ഓപ്പൺ ആയി, റോഡ് ഓപ്പൺ ആയിട്ടുണ്ട്. അതായത് ഈ മാസം എന്ന് പറയുമ്പോൾ ഇവിടെ മെയില് ഈ മാസം ഓപ്പൺ ആയി. മെയ് ലാസ്റ്റ് ലഡാക്ക് 4x4 ആയിട്ട് മാത്രമായിട്ടുണ്ടാവും. എന്തായാലും അടുത്ത മാസം ഇപ്പൊ ഐസിലായിരിക്കും നിൽക്കേണ്ടത്. ഐസിലായിട്ട്. അത് എപ്പോഴാണ് ക്ലോസ് ചെയ്യല്? നവംബറിൽ ലഡാക്ക് ക്ലോസ് ചെയ്യും. അതെല്ലാവരും ശ്രദ്ധിച്ചോളി. ആ റൂട്ട് 10 മാസം ക്ലോസ് ചെയ്യും. നവംബറിൽ ക്ലോസ് ചെയ്ത പിന്നെ മെയിലാണ് 9-10 ക്ലോസ്. നവംബറിലൊക്കെ ക്ലോസ് ആയി. നവംബറിലൊക്കെ എന്തായാലും ക്ലോസ്. അത് 3 മാസം 4 മാസമേ ഉള്ളൂ റോഡ് ഓപ്പൺ ആയിരിക്കും. കാരണം അത് ഫുൾ ഐസിൽ നിൽക്കണ സ്ഥലമാണ്. അപ്പൊ ഇത് ക്ലോസ് ആയി കഴിഞ്ഞാൽ ഐസ് മാറ്റിയിട്ടാണ് റോഡ് ക്ലിയർ ആക്കിയിട്ട് നമുക്ക് അങ്ങോട്ടുള്ള, കാരണം അത് അത്യാവശ്യം കൺജസ്റ്റഡ് റൂട്ടാണ്. ഇപ്പൊ കുറെ റോഡ് നന്നാക്കിയിട്ടുണ്ട്. മലകളും ഒരു സ്വർഗ്ഗഭൂമിയിലൂടെയുള്ള യാത്രയാണ് സംഗതി. നമ്മളെ ആ യാത്ര നമ്മള് പറഞ്ഞു കൊടുക്കണേറെ അനുഭവിക്കുക എന്നുള്ളതാണ്. പക്ഷെ പറഞ്ഞാൽ കിട്ടുള്ളൂ. അഭിനയം കൊണ്ട് സാധിക്കാത്ത സാധനമാണ്. പക്ഷെ അത് ആ റൂട്ട് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലഡാക്ക് റൂട്ട് തന്നെ പോകണം. വേറെ ഒരു റൂട്ടും പോയിട്ട് കാര്യം ചെയ്യുന്ന, കാരണം നമ്മൾ തന്നെ വിഷ്വലി കാണലുണ്ട്. അതിങ്ങനെ മൗണ്ടൈൻസ് ഒക്കെ ആ ലെവലിൽ നിൽക്കുന്നത് അത് ലൈഫിൽ മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് കാരണം അതാണ്. അത് വേറെ റൂട്ടുണ്ട്. ഈ മണാലി ടു ലഡാക്ക് അല്ലാതെ കാശ്മീർ ടു ലഡാക്ക് വരും. അത് ഹരിയാന പഞ്ചാബ് കൂടിയാണ് കയറിയിട്ട് എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ലഡാക്ക് വരും. ലഡാക്ക് ടു കാശ്മീർ മണാലി വരുന്ന പോലെ ഉണ്ട്. 2 റൂട്ടും ഭംഗിയുള്ള റൂട്ട് തന്നെയാണ്. പക്ഷേ എനിക്ക് പോയിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട റൂട്ട് ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് ലഡാക്കിന് തിരിച്ച് ഇങ്ങോട്ടും വരണം. ആ റൂട്ടാണ് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും മിനിമം എത്ര ദിവസം പിടിക്കും നമ്മൾ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരുമ്പോൾ? ഒരു 2 ഡേയ്സിലും അങ്ങോട്ട് 2 ഡേയ്സ് കൊണ്ടാണ് എത്താൻ പാടുള്ളൂ. അല്ലാതെ നമ്മള് ഇവിടെ വിട്ട് ആസ്വദിക്കണം ശരിക്കും. പോകാനുള്ളത് അങ്ങനെ കാണാനുണ്ട്. പിന്നെ ഞാൻ 3-ാമത്തെ ദിവസം ഒരാഴ്ച പിടിക്കും നമ്മള്. അടിപൊളി വില്ലേജുകളുണ്ട്, കവർ ചെയ്യാൻ പറ്റിയ വില്ലേജുകളുണ്ട്, കാണാൻ സുന്ദരമായ വില്ലേജുകളുണ്ട്. പിന്നെ ഇപ്പോഴൊക്കെ ഗ്രീനൊക്കെ ആയി തുടങ്ങുന്ന നേരെ ആകുമ്പോൾ അതിലേറെ നല്ലൊരു ഭംഗിയുള്ള വില്ലേജുകളാണ്. ഗയ, നല്ല രസമുള്ള വില്ലേജ് ഉണ്ട് ഗയ. അതുപോലെ എല്ലാവർക്കും ഉള്ള അടുത്തൊരു ചോദ്യമാണ്. ഇപ്പോൾ ഒരുപാട് ഞാൻ ചുമ്മാ തെറ്റിദ്ധരിക്കണം നിങ്ങൾ പറയില്ല, ഞാൻ ചുമ്മാ ഒരു ഇന്റർവ്യൂവിന് വേണ്ടി സംസാരിക്കണമെന്ന് വിചാരിച്ചു. മൂപ്പരോട് ഒരുപാട് കോൾ വന്നത് അതാകൊണ്ട് ഇരിക്കണു. നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ? ഞാൻ പേര് പറഞ്ഞില്ല. ഒരുപാട് കോൾസ് വന്നതാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നേപ്പാളത്തെ പോലെ തന്നെ ഒരുപാട് കോൾ ഇപ്പോഴും മെസ്സേജും വരുന്നുണ്ട്. പെൺകുട്ടികളെ കല്യാണം കഴിക്കാൻ പറ്റുമോ, ഇവിടെ സ്ഥിരമായിട്ട് ജീവിക്കാൻ പറ്റുമോ, അങ്ങനത്തെ ചോദിക്കണ ആളുകളുണ്ട്. മതത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഒരാൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കല്യാണം കഴിക്കാൻ പറ്റും, എന്താ അതിൻ്റെ അവസ്ഥ? കല്യാണം കഴിക്കാൻ സത്യം പറഞ്ഞ എന്റെ ജീവിതത്തിൽ ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. പിന്നെ ചോദിക്കണോടൊക്കെ എന്താ ഞാൻ അവരോട് പറയാന്ന് ചോദിച്ചാൽ എത്ര ദാരിദ്ര്യമാണോന്ന് ഞാൻ ചോദിക്കുള്ളൂ സത്യം. പക്ഷെ അതുപോലെ സിറ്റുവേഷൻ ആണെങ്കിലും പുറത്തത്തെ ഒരു നാട്ടിൽ വന്നിട്ട് ഒരു പെണ്ണ് കിട്ടുമെന്ന് ചോദിക്കുക നമ്മളതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. പിന്നെ ഓലം അങ്ങനത്തെ ഒരു മലത്തരം അങ്ങനത്തെ ഒരു മനുഷ്യനോട് ഇപ്പൊ നമ്മള് കിട്ടുമോ ചെയ്യാൻ കിട്ടുമെന്ന് അറിയും. കല്യാണം നടക്കുമെന്ന് ചോദിച്ചാൽ എങ്ങനെ നടക്കും? അവർക്ക് ചിന്തിക്കാവുന്ന കാര്യമുള്ളൂ. ഒരിക്കലും ലോജിക്കലാത്തൊരു ചോദ്യമാണ്. അത് എന്നോട് നല്ല ആരോടും ചോദിക്കരുതെന്ന് ഞാൻ പറയും. നാട്ടിൽ കിടക്കുന്ന ഒരാൾ ഹിമാചലത്തിൽ പെണ്ണിനെ എനിക്ക് കെട്ടിച്ചു തരുമെന്ന് ചോദിച്ചാല് അന്നെങ്കിൽ പോലെ നേരെ അച്ഛനമ്മയോട് ചോദിക്കുക അല്ലേ? എന്റെ പെങ്ങളോട് എനിക്കൊരു പെങ്ങളുണ്ട്.
എന്നോട് നേരിട്ട് ചോദിച്ചാൽ നാട്ടുകാരോട് ചോദിച്ചാൽ കിട്ടും. അതെ അപ്പോൾ അവരോടൊക്കെ നേരെ ഇങ്ങോട്ട് വരിക, അവരച്ഛനും അമ്മനെയും കാണിച്ചു കൊടുക്കുക, ഏത് കുട്ടിനെ ചോദിക്കുക, അവരോട് കല്യാണം കഴിച്ചത് കൊടുക്കുക. പക്ഷെ അത് ഞാൻ ചോദിക്കണത് ആ ഒരു സംഭവം ഇവിടെ ഒരു കല്യാണം കഴിക്കുക ഒരുത്തം ഇവിടെ വന്നു ഒരിക്കലും അത് ഇമ്പോസിബിൾ അല്ല. ഇവർ അത് പറ്റില്ല. ആചാരം നമ്മളെതിരാണ്. നമ്മൾ പശുക്കൾ തിന്നുന്ന നാടാണ്. നമ്മൾ ചിന്തിക്കണത് ഇവർ ചിന്തിക്കുന്നത് രണ്ടാണ്. ഇവർ പുറത്ത് പോകാത്ത ആൾക്കാരാണ്. ഇവർക്ക് അത് വില്ലേജ് ഇഷ്ടപ്പെടാത്ത ഒന്നാമത് നമ്മളെ ഡൽഹിന്റെ അപ്പുറം, ഡൽഹി മുതൽ പശുക്കളെ അറുക്കലും കഴിക്കുന്ന ആൾക്കാരാണ്. ഇവർക്ക് ഡൽഹി വരെ അലർജിയാണ്. അലർജി എന്ന് പറഞ്ഞാൽ ഇവരെ ഈ സമൂഹത്തിൽ പശുക്കളെ ദൈവമായിട്ട് കാണുന്ന ഈ മനുഷ്യന്മാർക്ക് അതില്ല. അവർക്ക് നമ്മളെ കുറിച്ച് അവർ ചിന്തിക്കില്ല. ഞാനൊരു മുസ്ലിമാനാണ്. ഞാൻ വരെ ഇറച്ചി ബീഫ് കഴിക്കുന്ന ഒരാളാണെങ്കിൽ കൂടെ ഇന്നവർ എടുക്കൂല. എക്സ്പെക്ട് ഇല്ല, അവർക്കില്ല ലോകം. നമ്മൾ കഴിക്കില്ല. നമ്മളത് 4-5 വർഷമൊക്കെ നമ്മൾ തൊടാനും ഇതിനും പോകാതിരിക്കേണ്ട ആളാണ്. ഇവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കുന്ന ഇവരെ കൂടെയാണ്. നമ്മൾ ജീവിക്കുകയാണ്, അല്ല നമ്മളവിടെ അഭിനയിക്കല്ല. നമ്മൾ ഇവരെ കൂടെ ജീവിച്ചു തുടങ്ങിയാണ്. ഇതുപോലെ ജീവിക്കാൻ അവർക്ക് പറ്റി കഴിയുമോ? അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഉത്തരം എന്ന് പറയുന്നത്. കാരണം ഇവരെ കമ്മ്യൂണിറ്റി നമ്മളെ കമ്മ്യൂണിറ്റി തമ്മിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഒരു കുട്ടിനെ നിങ്ങൾ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടാനൊക്കെ പറ്റുമായിരിക്കും, വന്നു കഴിഞ്ഞാൽ അല്ലേ, ഇഷ്ടപ്പെടാൻ പറ്റുമായിരിക്കും, അവരോട് സംസാരിക്കാനൊക്കെ പറ്റുമായിരിക്കും. പക്ഷെ അത് അത്ര പോസിബിൾ അല്ല. കാരണം ഇവിടുത്തെ ജാതി മതം അതൊക്കെ ഇവിടെ ഒരൊറ്റ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ. ആ ഒരു സംഭവം ഉണ്ടാവുന്ന പറഞ്ഞു. ഒരു പെൺകുട്ടിക്ക് ഒരൊറ്റ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ, ഒരു ആൺകുട്ടിക്ക് ഒരൊറ്റ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ. ഇവിടെ നമ്മളെ നാട്ടിൽ പോലെ ആവശ്യം അത് വേണ്ട ഒഴിവാക്കി വേറെ കെട്ടാനും പറ്റില്ല. അതായത് ഒരു തവണ ഇവിടെ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ അല്ലേ? അതിവിടെ ഇവരെ ഇത് അലൗഡല്ല. പക്ഷെ ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിക്കുന്നത് ലവ് മാരേജ് ആണ്. ലവ് മാരേജ് ആയാലും എങ്ങനെ ആയാലും ഒരൊറ്റ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ. അത് ലവ് മാരേജ് ആണ് ആണെങ്കിലും അല്ലെങ്കിലും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയാണ്. പക്ഷെ അത് ഒരു തവണ പറ്റുള്ളൂ. അപ്പൊ ഈ കമ്മ്യൂണിറ്റി പ്രശ്നം എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ്. അപ്പൊ ഇവിടെ വരുമ്പോൾ എന്ന് കരുതിയിട്ട് ഇവർക്ക് നമ്മോട് എതിരോ അങ്ങനെയൊന്നും അല്ല ഉദ്ദേശിച്ചത്. ഇവിടുത്തെ ഒരു ആചാരം എന്ന് പറയുന്ന സംഗതി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ എല്ലാം കൂടെ അക്സെപ്റ്റ് ചെയ്തിട്ടാണ് ഇവരിലൊരാളായിട്ടാണ് ഇവിടെ ജീവിക്കുന്നത്. അപ്പോൾ നമുക്ക് ജീവിതമുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പുറത്തെ ആളായി മാറിയില്ലേ? നമ്മളിവിടെ ജീവിക്കുകയാണ്. നമ്മളിവിടെ നമ്മുടെ നാട്ടിൽ നമ്മുടെ ജീവിക്കാൻ വേണ്ടി ഇനി നിൽക്കണുള്ളൂ. നമ്മൾ പോണില്ലല്ലോ. നമ്മുടെ നാട്ടിലേക്കുള്ള ചിന്ത നമുക്കില്ല. ഒരു മോളെ കണ്ടിട്ടോ, നാട്ടിലൊരു മോളുടെ മോളെ കല്യാണം കഴിഞ്ഞാൽ കല്യാണത്തിന് മാത്രമാണ് മൂപ്പര് നിങ്ങൾ പോയത്. ആകെ ടോട്ടലി 5 കൊല്ലത്തിന്റെ ഉള്ളിൽ എത്ര ദിവസം? ആകെ കഴിഞ്ഞ പ്രാവശ്യം കൽമോള ഇതിന് പോയി കുറച്ച് ദിവസം നിന്നു. അതിന് മുന്നേ ഒരു 4 ദിവസം നിന്നിട്ടുള്ളൂ. ടോട്ടലി ഒരു 5-8 ദിവസം ടോട്ടൽ അങ്ങനെയൊക്കെ നിന്നിട്ടുള്ളൂ. ഈ 5 കൊല്ലത്തിനുള്ളിൽ നിന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചു മൂപ്പരോട് ഇനി പോണില്ല ചോദിച്ചപ്പോൾ പറഞ്ഞു ഈ അടുത്ത കാലത്തൊന്നും ഇല്ല, 2 കൊല്ലത്തിനും ഇല്ല എന്നൊക്കെയാണ് മൂപ്പര് പറഞ്ഞത്. മോളെ ഇങ്ങോട്ട് വരുന്നുണ്ടാവും, മോളെ ചിലപ്പം ഇങ്ങോട്ട് വരുന്നുണ്ടാവും. അവിടെ ഫുൾ ഫാമിലി ഉണ്ട് വണ്ടൂരിൽ. അപ്പോൾ എന്താ വെച്ചാൽ ഉമ്മ ഉണ്ട്, അനിയനുണ്ട്, 2 അനിയത്തിമാരുണ്ട്, എല്ലാവരും ഉണ്ട് ഫുൾ ഫാമിലി. പക്ഷെ ഓലൊക്കെ ഇതിന് സപ്പോർട്ടാണ്. മൂപ്പര് താമസിക്കുന്നതിന് ഓൽക്ക് അങ്ങനെ എതിർപ്പോ അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യം. ഞാൻ ഇന്നുവരെ ഒരു കോള് മൂപ്പർക്ക് അവിടെ നിൽക്കരുത് ഇത്ര കാലം അങ്ങനത്തെ ഒരു കോളില്ല. അതായത് മൂപ്പര് ഇവിടെ സന്തോഷം കണ്ടെത്തണു, ഹാപ്പി ആയിട്ട് ജീവിക്കണു. ഇവർ കോൺടാക്ട് ഡെയിലി വിളിക്കണു, എല്ലാം ഉണ്ട്. മോള് വിളിക്കണു, ഫാമിലി വിളിക്കണു, ബാക്കിയുള്ളവർ ഭയങ്കര സന്തോഷമായിട്ടാണ് ഇവർ കഴിയണത്. അപ്പോൾ മൂപ്പര് എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ മൂപ്പര് നിൽക്കുന്ന സ്ഥലത്ത് മാനസികമായിട്ട് ഹാപ്പിനെസ് കണ്ടെത്തിയിട്ട് അതിനുള്ള ഏറ്റവും വാല്യൂ, പൈസൻ്റെ അപ്പുറത്തേക്ക് ഞാൻ മനസ്സിലാക്കണത് എപ്പോഴും ഏറ്റവും വാല്യൂ അതിനാണ്. അതാണ് മൂപ്പര് ചെയ്യണത്. അങ്ങനെ നിൽക്കുമ്പോൾ ലോകത്തിലെ രാജാവ് ആരാന്ന് മൂപ്പരോട് ചോദിച്ചാൽ മൂപ്പര് ഉള്ളെന്ന് തുള്ളി തുറന്ന് പറയും മൂപ്പരാണെന്നില്ല. കാരണം മൂപ്പര വിശ്വാസതാണ്. കാരണം മൂപ്പര് ആ ഹാപ്പിയിൽ മൂപ്പർക്ക് ആ ഹാപ്പിനെസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് മൂപ്പര വിശേഷങ്ങൾ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ചോദിക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ ഹിമാചലിനെ കുറിച്ചോ മൂപ്പരെ കുറിച്ചോ മെറേജിനെ കുറിച്ചോ വേറെ എന്തെങ്കിലും സംഗതികളുണ്ടെങ്കിൽ ക്യാംസ്റ്റർ വില്ല നമ്മൾ കൊളാബ് ചെയ്യുന്നുണ്ട്. അതിൽ മൂപ്പര നമ്പറുണ്ട്. മൂപ്പര നിങ്ങൾക്ക് നേരിട്ട് വാട്സപ്പിൽ ബന്ധപ്പെടാം. ഈ വില്ലേജ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കും ഇവിടെ വരാൻ പറ്റും. ഇതൊക്കെ നിങ്ങൾക്കും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻഷാ അല്ലാഹ് കാണാം. സംഗതികളൊക്കെ അടിപൊളിയാട്ടെ അല്ലേ? വീണ്ടും സന്ധിക്കും വരെ വണക്കം.